എന്താണെന്നറിയില്ല. ഇപ്പോൾ കുറേ ആയിട്ട് നമ്മുടെ കുട്ടി കസ്റ്റമേഴ്സിൻ്റെയൊക്കെ ആവശ്യം എന്ന് പറയുന്നത് കേക്കിൽ ആനയും വെക്കണമെന്നാട്ടോ. കൂടുതലായിട്ടും ഇപ്പം ബോയ് ആയാലും ഗേൾ ആയാലും നമുക്ക് ഓർഡർ വരുന്ന സമയത്ത് നമ്മുടെ കസ്റ്റമേഴ്സ് പറയാറുണ്ട് കേട്ടോ, ഇതുപോലെ ചേച്ചി ആനയെ വെച്ച് തരാമോ, കുഞ്ഞിന് ആനയെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ. അപ്പോൾ അങ്ങനെ നമുക്കൊന്നൊരു ഓർഡർ ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ എനിക്ക് മോഡലും ഒക്കെ നേരത്തെ തന്നെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോണ്ടൻറ്റ് വർക്കായിരുന്നു കേട്ടോ അതിൽ കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ നമ്മുടെ കസ്റ്റമറോട് തന്നെ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോണ്ടൻറ്റ് വർക്ക് ഞാൻ തൽക്കാലം ചെയ്യുന്നില്ല, പകരം ഞാൻ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കേക്ക് സെറ്റ് ചെയ്ത് തരാമെന്ന്. അപ്പോൾ ആളും ഓക്കെ ആയിരുന്നു കേട്ടോ. കേക്കിനപ്പോൾ ഓർഡർ തന്നത് 5 ആയിരുന്നു. മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ എനിക്ക് മോഡൽ എങ്ങനെയാണോ ഇട്ട് തന്നത് ഏകദേശം അതേപോലെ തന്നെ നമ്മൾ ക്രീമിൽ കേക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു മോഡലിൽ ഇട്ട് തന്ന സെയിം പ്രിൻറ്റ് തന്നെ എടുക്കുമായിരുന്നു, ഒരു എലിഫൻറ്റിൻ്റെ പ്രിൻറ്റ്. അപ്പോൾ അത് അതേപോലെ തന്നെ നമ്മൾ കേക്കിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എക്സ്ട്രാ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കുറച്ച് ഫാക്സ് ബോൾസ് ഒക്കെ ആഡ് ചെയ്തിട്ട് കേക്ക് നല്ല രീതിയിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് മോഡലൊക്കെ ഇട്ട് തരുന്ന സമയത്ത് മാക്സിമം ഞാൻ അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്, നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ. കാര്യം ചില പ്രോപ്പർട്ടീസും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടണമെന്നില്ല. കേക്കിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം കേക്കിൽ വെക്കുന്ന ടോപ്പേഴ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ അതേ സെയിം മാച്ചായിട്ട് നമുക്ക് കിട്ടാറില്ല. പക്ഷേ ഏകദേശം നമ്മൾ ഒപ്പിക്കാറുണ്ട് കേട്ടോ. ആണ് ഈ ഒരു കേക്കിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമുക്കടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.